ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടില്ല. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു കിടിലൻ റെസിപ്പിയാണ്. ഇതിൻ്റെ കൂടെ നമുക്ക് കറിയൊന്നും ആവശ്യമില്ല. അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കണയാണ്. ഈ ചപ്പാത്തിയും അതേപോലെ തന്നെ പൊറോട്ടയും ഒക്കെ കഴിച്ച് മടുത്തവർക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു വലിയ ബൗളിനകത്തോട്ട് 2 കപ്പ് മൈദ ചേർക്കുന്നുണ്ട്. മൈദയിൽ ചെയ്യുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക, അതുപോലെ നല്ല സോഫ്റ്റ് ആവുക. മൈദ കഴിക്കാത്തവരാണെങ്കിൽ ഗോതമ്പ് പൊടിയും മൈദയും മിക്സ് ചെയ്ത് ചെയ്യാം, അല്ലെങ്കിൽ ഗോതമ്പ് പൊടി മാത്രം വെച്ച് ചെയ്യാം. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്തോട്ട് 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാധാ ഈസ്റ്റ് ആണെങ്കിൽ നിങ്ങളതൊന്ന് പൊങ്ങാൻ വേണ്ടിയിട്ട് വെക്കണം, അതിനുശേഷം ഇതിൽ ചേർക്കാവുള്ളൂ. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ ഇത് മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ കുഴച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു 3 ടേബിൾ സ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, അതായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനി നമുക്ക് ഇതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഉണ്ടയായിട്ട് പിടിക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് ആ ഉണ്ട പിടിക്കാൻ പറ്റുന്ന ഒരു പരുവാവണം. അപ്പോഴാണ് കറക്റ്റായിട്ട് ആ ഒരു ടെക്സ്ചർ നമുക്ക് കിട്ടുക. കണ്ടില്ലേ, ഇതേപോലെ ഇരിക്കണം. നമ്മൾ തൊടുമ്പോൾ അത് പൊടിഞ്ഞു പോകാൻ വേണം. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് ഇനി നമ്മൾ കുഴച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ കുഴച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ഇളം ചൂടുവെള്ളത്തിലാണ് ഇത് കുഴച്ചെടുക്കുന്നത്. വെള്ളത്തിൻ്റെ ചൂട് കൂടാനും പാടില്ല, കുറയാനും പാടില്ല. അപ്പോൾ കൈ പൊള്ളാത്തൊരു പരുവുണ്ടല്ലോ, ആ ഒരു പരുവത്തിലുള്ള വെള്ളം വെച്ചിട്ട് ഇത് കുഴച്ചെടുക്കുക. കാരണം എന്നാലേ ഈസ്റ്റ് നന്നായിട്ട് ആക്റ്റീവായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ സാധാ ഈസ്റ്റാണ് എടുക്കുന്നുണ്ടെങ്കിൽ ആ ചെറിയ ചെറിയ ബോൾസ് മാതിരിയുള്ള ഈസ്റ്റ് ഉണ്ടല്ലോ, അതാണ് എടുക്കുന്നതെങ്കിൽ ഇളം ചൂടുവെള്ളത്തിൽ പഞ്ചസാര ഈസ്റ്റും ഒന്ന് ഇട്ട് വെച്ചിട്ട് ഒന്ന് പൊങ്ങിയതിന് ശേഷം വേണം നമ്മൾ മാവിലോട്ട് ചേർക്കാനായിട്ട്. അപ്പോൾ നന്നായിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. ഒരു 5-6 മിനിറ്റോളം നന്നായിട്ട് കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റ് ആവണം. അതുപോലെ തന്നെ മാവ് ഒരുപാട് ടൈറ്റ് ആവാനും പാടില്ല. അപ്പം ഞാനിത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് തൊടുമ്പോൾ ഈ ഒരു പരുവത്തിലാണ് ഉണ്ടാവുക, നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവുക. അപ്പോൾ ഇനി നമുക്കിത് പൊങ്ങാൻ വെക്കണം. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ചൊന്ന് ഓയിലാക്കി കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ആ മാവിലെല്ലാടെയും ഒന്ന് ഓയിലൊന്ന് തേച്ച് കൊടുക്കുക. അതിനുശേഷം ഈ ബൗളിൻ്റെ സൈഡിലൊക്കെ ആയിട്ടും ചെയ്ത് കൊടുക്കുക ഓയിൽ. എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് ഒട്ടിപ്പിടിക്കണമല്ലോ, അപ്പോൾ നമുക്ക് ഇളക്കിയെടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി ഇത് പൊങ്ങാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് അടച്ച് വെക്കാം. എനിക്കിവിടെ 1 മണിക്കൂർ 1.5 മണിക്കൂർ ഏകദേശം എടുത്തിന് പൊങ്ങാനായിട്ട്. അപ്പോൾ അത് നിങ്ങളുടെ ക്ലൈമറ്റിനനുസരിച്ച് വ്യത്യാസം വരും, അപ്പോൾ അതിനനുസരിച്ച് വെക്കുക. അപ്പോൾ ഇനി ഇതിൻ്റെ ഫില്ലിംഗ് ആയിട്ട് നമ്മൾ ചേർക്കുന്നത് ഉരുളക്കിഴങ്ങാണ്. അപ്പോൾ ഏകദേശം ഒരു 4 മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങൊക്കെ മതി. ഞാനിവിടെ 5 എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ 4 ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അത് നന്നായിട്ട് ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, ഗ്രേറ്റർ വെച്ചിട്ട്. അപ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് ഫില്ലിങ്സ് കൊടുക്കാൻ പറ്റുക. കാരണം ഒട്ടും തന്നെ കട്ട ഉണ്ടാവാൻ പാടില്ല, അത് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു സവാള ഒന്ന് ചെറിയതായിട്ട് കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്തോട്ട് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. അതേപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്തിട്ടുണ്ട്. പിന്നെ ഇത് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ജീരകം പൊടിച്ചത് ചേർത്തിട്ടുണ്ട്, ചെറിയ ജീരകമാണ്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാരണ നമ്മൾ പൊട്ടാറ്റോ മസാല ഉണ്ടാക്കുന്ന പോലെ ഉള്ളിയൊക്കെ വഴറ്റിയിട്ട് വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ കുറച്ചും കൂടെ കഴിക്കുമ്പോൾ നമ്മുടെ ആ ഒരു കേരള ടേസ്റ്റ് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഞാനിത് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെയാണ് ഫില്ലിങ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ ഈ ഒരു ടൈപ്പ് ഫില്ലിങ് കൊടുത്താലും കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെയാണ്, പക്ഷേ ഒരു നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ വരുന്ന മാത്രമേ ഉള്ളൂ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിനകത്തോട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ആ ഒരു ടൊമാറ്റോ സോസിൻ്റെ ഫ്ലേവറും ഒക്കെ കൂടി ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഉണ്ടാവുക. ഇനി നമുക്ക് കുറച്ച് മല്ലിയിലയും അതേപോലെ തന്നെ ഒരു 3-4 പുതിന ഇലയും കൂടി നമുക്ക് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഇതിൽ ചേർക്കുന്ന മല്ലിയിലയൊക്കെ ശരിക്കും ഓപ്ഷനിലാണ്, നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. അപ്പോൾ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡിയായി. നമ്മളിതിൽ വഴറ്റിലോ പിടിക്കലോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ മാവ് പൊങ്ങിയത് നോക്കാം. ഞാനിവിടെ 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇതിപ്പോൾ തുറക്കണത്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും, നല്ല അടിപൊളിയായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മളിത് 4 പീസാക്കി മാറ്റുകയാണ്. 4 ഒരേപോലത്തെ 4 പീസാക്കി മാറ്റിയാൽ മതി. ശരിക്കും ഇത് ഒരെണ്ണം മതി ഒരാൾക്ക് വയറ് നിറയാനായിട്ട്, കാരണം അത്രയും വലിയൊരു ഇതായിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്.
അപ്പോൾ അതേ ഞാൻ 4 പീസ് ആക്കിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ പൊടി ഇട്ടിട്ട് നമ്മൾ സാധാരണ ചപ്പാത്തിയൊക്കെ പരത്തുന്ന പോലെ തന്നെ ഒന്ന് പരത്തിയെടുത്താൽ മതി. ഇതേപോലെ ഒന്ന് നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കുക. ഫസ്റ്റ് നമ്മൾ ഫില്ലിംഗ് കൊടുക്കാനായിട്ട് ഒരുപാട് തിന്നാക്കി പരത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഫില്ലിംഗ് വെക്കാനുള്ളൊരു സ്പേസ് ഉണ്ടാക്കി എടുത്താൽ മതി. ഇതേപോലെ പരത്തിയിട്ട് അപ്പോൾ നമ്മളിത് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. ഫില്ലിങ്സും നമ്മൾ 4 ഭാഗമാക്കി മാറ്റാം. എന്നിട്ട് അതിലൊരു പോർഷൻ വെച്ചാൽ മതി. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. അത് നിങ്ങൾക്ക് എങ്ങനെയാണ് എളുപ്പമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചെയ്താൽ മതി. ഞാനിപ്പോൾ ഇതേപോലെയാണ് ചെയ്തെടുക്കുന്നത്. ജസ്റ്റ് ഇതേപോലെ ഒന്ന് മടഞ്ഞെടുത്താൽ മതി. നന്നായിട്ട് കവറായിരിക്കണം, എന്നാലേ നമുക്കിത് പരത്തിയെടുക്കാൻ പറ്റുള്ളൂ. ഇതങ്ങനെ കാണുന്ന പോലെ ഒന്നുമല്ല, നല്ല സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. മൈദ ആയതുകൊണ്ട് തന്നെ പരത്തിയെടുക്കാനൊക്കെ കുറച്ചും കൂടി ഈസിയാണ്. അപ്പോൾ നന്നായിട്ട് ഈ ഭാഗം ഒന്ന് നന്നായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്തൊന്ന് ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ ഇനി നമുക്ക് പൊടിയിട്ടിട്ട് ഇതൊന്ന് പരത്തിയെടുക്കാം. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് പൊടിയിട്ടിട്ട് പരത്തുക. അതേപോലെ തന്നെ നമ്മളിത് തിരിച്ച് വെക്കാൻ പാടില്ല. നമ്മൾ ഏത് ഭാഗമാണോ ഒട്ടിച്ചിട്ടുള്ളത് ആ ഭാഗം തന്നെ പരത്തണം. അതുപോലെ ഒത്തിരി അങ്ങോട്ട് പ്രസ് ചെയ്ത് പരത്തണ്ട. ഇതേപോലെ ഒന്ന് പരത്തിയെടുത്താൽ മതി. അത്യാവശ്യം റൗണ്ടാക്കിയിട്ട് തന്നെ ഒന്ന് പരത്താൻ നോക്കുക. അങ്ങനെ പെട്ടെന്ന് പൊട്ടി പോകുന്നില്ല, കാരണം നമ്മൾ നന്നായിട്ട് കുഴച്ച മാവായതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങനെ പൊട്ടുമൊന്നുമില്ല. അതുപോലെ മൈദയും കൂടിയാണ്. അപ്പം മേൽഭാഗത്ത് തന്നെ നമ്മൾ നന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്, നല്ല റൗണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഒരുപാട് തിന്നാക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത്യാവശ്യം കട്ടിയിരുന്നോട്ടെ. സോഫ്റ്റ് ആയിട്ടുള്ള മാവായതുകൊണ്ട് തന്നെ നന്നായിട്ട് വെന്ത് കിട്ടും. അതിൽ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് അടുത്തതും ചെയ്തെടുക്കാം. നമ്മൾ എന്നും ചപ്പാത്തിയൊക്കെ കഴിക്കുന്നതല്ലേ, അപ്പോൾ ഇടയ്ക്ക് ഇതേപോലെ ഒന്ന് കഴിച്ച് നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമാവും. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയും കൂടിയാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതും കൂടി ഒന്ന് പരത്തിയെടുക്കാം. നമ്മളിത് പരത്തുന്ന സമയത്ത് ചെറുതായിട്ട് മസാല പുറത്ത് കണ്ടു എന്ന് വെച്ചും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്കത് ഉണ്ടാക്കുന്ന സമയത്ത് അത് റെഡി ആയിക്കോളും. അപ്പോൾ ഇതും ഞാനിവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചുട്ടെടുത്താൽ മതി. അപ്പോൾ ഇതാണ് ഇതിൻ്റെ തിക്നെസ്, ഏകദേശം ഇത്രയുണ്ട്. അപ്പോൾ ഇനി ഞാനിത് ചുട്ടെടുക്കാനായിട്ട് ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് എല്ലാവരുടെയും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് ഇട്ടിട്ട് വേവിച്ചെടുക്കാം. നമ്മൾ സാധാരണ കുബൂസൊക്കെ വേവിക്കില്ലേ, കുബൂസിൽ ചപ്പാത്തി വേവിക്കണ ആ ഒരു പരുവത്തിൽ തന്നെയാണ് ഇതും വേവിച്ചെടുക്കുന്നത്. ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ഓയിലൊന്നും ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നല്ലൊരു കളറൊക്കെ കിട്ടും ഇങ്ങനെ ഓയിൽ ബ്രഷ് ചെയ്യുന്ന സമയത്ത്. ഇനി നമുക്കിത് കുറച്ച് കഴിയുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ച് മറിച്ച് വിട്ടിട്ട് ഇതൊന്ന് വേവിച്ചെടുത്താൽ മതി. ഇത് കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ കുബൂസൊക്കെ പൊങ്ങണ പോലെ തന്നെ പൊങ്ങി വരും. അത്രയും പൊങ്ങത്തില്ലെങ്കിലും അത്യാവശ്യം നന്നായിട്ട് തന്നെ പൊങ്ങി കിട്ടും. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇത് വെന്തിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ ഇത് ഞാൻ തിരിച്ചു വിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതെടുത്ത് മാറ്റാം. ഇത് ചൂടോടെ തന്നെ നമുക്ക് കഴിക്കുകയാണ് കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ചുട്ടെടുക്കാം. വീണ്ടും ഞാൻ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്തത് നമുക്ക് ഇട്ട് കൊടുക്കുക. ഇത് ഒരുപാട് കട്ടിയുണ്ടെന്ന് വിചാരിച്ച് ഒരുപാട് നേരം വെച്ച് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് പൊങ്ങി വരുമ്പോൾ തന്നെ വെന്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ അടുത്തതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം സോഫ്റ്റാണെന്നുള്ളത്. മാവ് നല്ല സോഫ്റ്റായിട്ടാണ് ഉണ്ടാവുക. നിങ്ങൾക്ക് ഈ ഫില്ലിങ്ങിന് പകരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫില്ലിങ് വെച്ചിട്ടും ഇത് ചെയ്യാം. കണ്ടില്ലേ, നല്ല സോഫ്റ്റാണ്. ഈ ഒരു അളവിൽ നമ്മൾ 4 നാനാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് ഒരെണ്ണം മതി ഒരാൾക്ക് വയറ് നിറയാനായിട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ടൊമാറ്റോ സോസോ അല്ലെങ്കിൽ മയണൈസോ ഒക്കെ സെർവ് ചെയ്യാം. ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കാരണം ഞങ്ങൾ ഒന്നും ഇല്ലാണ്ടാണ് കഴിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫില്ലിങ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഇഷ്ടമായിട്ടുണ്ടാവും. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും പെട്ടെന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഫീഡ്ബാക്ക് പറയാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ല് ക്ലിക്ക് ചെയ്യുക, ടോളും കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മറ്റൊരു കിടുക്ക വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.